ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദേ ഈ സംഭവം എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതായിരുന്നു. ഞാൻ ഇത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇത് ആക്ച്വലി ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. 3-in-1 ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡാണിത്. അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി വർക്ക് ചെയ്യാൻ എളുപ്പം ഈ ഒരു സംഭവമാണ്. രണ്ടും നല്ലതാണ്, പക്ഷെ ഇതൊന്നും കൂടി എനിക്കിഷ്ടം ഇതിൽ വർക്ക് ചെയ്യാനാണ്. ഇത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരുന്ന ഒരു സ്റ്റാൻഡാണ്. നീ എന്തിനാ ഇടയ്ക്കിടത്ത് പൊക്കണത്? ഇതിന്റെ കൂടെ നമുക്ക് 24 ബ്ലൈൻഡിങ് ക്ലിപ്സ്, ഇത്രയും ക്ലിപ്സ്, ഇതിന്റെ കൂടെ നമുക്ക് ഇത്രയും ക്ലിപ്സ് കിട്ടും. അപ്പൊ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഞാൻ ഓൾറെഡി ഒരു ബ്ലൗസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഫ്രണ്ട് നെക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആര്യക്കോട്ടിൽ ഇട്ടിട്ടല്ല, ആര്യ സ്റ്റാൻഡിൽ ഇട്ടിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് നെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് നെക്കാണ് നമുക്ക് ചെയ്യാനുള്ളത്. ബാക്ക് നെക്കിന്റെ ഡിസൈൻ ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് വരയ്ക്കാന്നുള്ളത് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യാന്നുള്ളത് ഇന്ന് ഇപ്പൊ നോക്കാം. എങ്ങനെയാണ് സെറ്റ് ചെയ്യാന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ വർക്ക് ചെയ്യേണ്ട ഒരു പോർഷൻ ഇങ്ങനെ കൊടുക്കുക. അതിനുശേഷം ഈ ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് മൊത്തം 24 ക്ലിപ്സ് ആണ് വരുന്നത്. ഈ രണ്ട് ഭാഗത്തേക്ക് ഒരു 5 10 എണ്ണം, പിന്നെ ഇവിടേക്ക് ഒരു 7 എണ്ണം, ഇവിടേക്ക് ഒരു 7 എണ്ണം. 7 14 24 കറക്റ്റ് അല്ലേ? ഓക്കെ, നമുക്ക് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് കമന്റ് ബോക്സിൽ ആരോ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതുപോലെ എവിടെ നിന്നാണ് വാങ്ങിയത് എന്നുള്ളത് ചോദിച്ചിട്ടുള്ളൊരു കമന്റ് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഓൾറെഡി ഇങ്ങനത്തെയൊക്കെ വീഡിയോസ് നിങ്ങൾ പലതിലും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഇട്ടിട്ടുള്ളത് വരെ, അതുകൊണ്ട് ഞാനൊന്ന് ഇങ്ങനത്തെ വീഡിയോ കൂടി ചെയ്യാന്ന് വിചാരിച്ചു. അതുപോലെ ഈ വർക്കിന്റെ മേലെ ക്ലിപ്പ് ചെയ്യരുത് കേട്ടോ, വർക്ക് പൊട്ടും. ഇപ്പോ നമ്മൾ 3 സൈഡിലും ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് വരുന്ന ഈ ഭാഗം നമ്മൾ ഒന്ന് വലിച്ചിട്ട് ക്ലിപ്പ് ചെയ്യണം. ഇപ്പൊ നമ്മൾ 4 ഭാഗത്തും ക്ലിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ കണ്ടോ, ഇവിടെ കുറച്ച് ലൂസ് ഉണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യാന്ന് നോക്കാം. നമ്മൾ ഈ ഒരു പോർഷൻ ഇങ്ങനെ ഊരുക, കുത്തുക, ഒന്ന് വലിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് ഒന്ന് ഓക്കെ ആയിന്ന് തോന്നുന്നത് വരെ 4 സൈഡും ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം റെഡിയാവും. ഞാനിവിടെ ഈ കുത്തുന്നതിൻ്റെ ഒപ്പം ഈ ഒരു ക്ലോത്ത് ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഇത് നമുക്ക് വർക്ക് ചെയ്യാൻ പാകത്തിൽ അത്യാവശ്യം സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ മതിയായിരിക്കും. ഈ ഒരു സ്റ്റിഫ്നെസ് മതി. ഓവറായിട്ട് ലൂസ് ആവരുത്, ഓവറായിട്ട് ടൈറ്റും ആവരുത്. ഇനി അടുത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ സംഭവം നമ്മുടെ കയ്യിൽ കുത്തുമ്പോൾ ഇത് ഇങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ആര്യ സ്റ്റാൻഡിൽ ഇതായി ഒരു ക്ലോത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വർക്കാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ഞാൻ നേരത്തെ കാണിച്ചു തന്നു, ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ബാക്ക് പോർഷൻ കൂടിയും ചെയ്യാം. അപ്പോൾ ഈ ഒരു ആരി സ്റ്റാൻഡിൽ ക്ലോത്ത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി, ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.